Hello students. അപ്പോൾ നമ്മൾ iteration 3-ലെ simplex multipliers കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു. മൈനസ് ഈ സ്റ്റേജിലെ x1 x4 x6 ഉപയോഗിച്ചിട്ടുള്ള phi equal to minus c0 a0, this is minus a0 inverse minus c0 into a0 inverse എന്നുള്ള മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴി. This is pi 1 equal to minus 1. This is pi 2 equal to minus 1 by 5. മൂന്ന് ഇക്വേഷൻസ് ഉള്ളത്. അപ്പോൾ മൂന്ന് മൾട്ടിപ്ലൈസ്. This is pi 3 equal to minus 9 by 30. Minus 9 by 30 ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പിന്നെ നമുക്കിവിടെ ഫ്രാക്ഷണൽ വാല്യൂസിൻ്റെ ഒക്കെ സിംപ്ലിഫിക്കേഷനിൽ റീഅറേഞ്ച് ചെയ്ത് ഒരുപാട് സമയം കളയാനില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങ് എഴുതുന്നുള്ളൂ. കാൽക്കുലേഷൻസ് അല്ലാതെ തന്നെ ഒരുപാടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എഴുതുന്നുള്ളൂ. നമുക്കതിനൊക്കെ റീഅറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. മൾട്ടിപ്ലയേഴ്സ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അടുത്തത് ആലോചിക്കുന്ന എന്താ, ഇനി പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ? നിങ്ങൾ എല്ലാവരും അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്തിരുന്നു എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ CJ ബാർ ബേസിക് വേരിയബിൾസിനൊഴികെ എവാലുവേറ്റ് ചെയ്യും. അതിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലാണ് ഇനി ബേസിസിലേക്ക് വരുന്നത് ആരാണ് എന്നുള്ള കണ്ടീഷൻ R ഈക്വൽ ടു ഏത് നമ്പറാണ് വരുന്നതെന്ന് അറിയാൻ R ഈക്വൽ ടു തീരുമാനിക്കുന്നത്. കഴിഞ്ഞ സ്റ്റേജിൽ R ഈക്വൽ ടു 4x4 വരും എന്നൊക്കെ പറഞ്ഞാൽ CJ ബാർ ബേസിസിലുള്ളതിനൊഴികെ എവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഒന്നും നെഗറ്റീവ് ഇല്ല, എല്ലാം പോസിറ്റീവോ സീറോയോ ആണെങ്കിൽ, നോൺ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ CJ ബാർ നോൺ ബേസിക് വേരിയബിൾസിന് എവാലുവേറ്റ് ചെയ്യുകയാണ്. CJ ബാർ ഇക്വേഷൻ എന്തായിരുന്നു? CJ ബാർ ഈക്വൽ ടു CJ പ്ലസ് സിഗ്മ AIJ ഇൻറ്റു പൈ ഐ എന്നുള്ള I ഈക്വൽ ടു ഇവിടെ 1 2 3 ഉള്ളൂ. I equal to 1 2 3. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ നോൺ ബേസിക് വേരിയബിൾസിന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. CJ ബാർ 0 ആണ്. ഫോർ ഓൾ നോൺ ബേസിക് വേരിയബിൾസ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ x1 x4 x6 ബേസിസിൽ x2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആദ്യം C2ബാർ എവാലുവേറ്റ് ചെയ്യും. C2ബാർ ഈക്വൽ ടു ഞാൻ J ഈക്വൽ ടു 2 ഫോർ J ഈക്വൽ ടു 2. J ഈക്വൽ ടു 2ൽ നമുക്ക് C2ബാർ കിട്ടും. C2ബാർ ഈക്വൽ ടു C2 എന്താ C എന്താ A ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് സിയും കൂടെ വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാം. C ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 എന്നുള്ളതായിരുന്നു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 1 1 1 1 അപ്പോൾ പിന്നെയുള്ള വേരിയബിൾസിന് 0. ഇതാണ് നമ്മുടെ C. അപ്പോൾ ആ സിയും കൂടെ ഉപയോഗിച്ചാൽ നമുക്ക് J ഈക്വൽ ടു 2. C1 ഈസ് 1. C2ബാർ ഈക്വൽ ടു C1 പ്ലസ് സിഗ്മ I equal to 1 2 3. I equal to 1 2 3. J equal to 2. AI2 pi I. AI2 means AI2 ഏതാ? AI2 means x2 ന്റെ കോളം എവിടെയാ? A12 A22 A32. AI2 into pi I. അപ്പോൾ A12 വരുവാണെങ്കിൽ pi 1. 0 into pi 1. 1 into pi 2. 0 into pi 3. അതിന് പകരം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് മെട്രിക്സ് ഉപയോഗിക്കാം. 1 പ്ലസ് C2 പ്ലസ് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? AI2ന്റെ കോളം ഇതാർക്കാ? C2ബാർ ആയിരുന്നു. ഇപ്പോൾ x2ന്റെ കോളം P2 എടുത്താൽ മതി. പിന്നെ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് P2 കോളമാണ്. 0 1 0 എന്നുള്ള P2 ആണ് ഞാനിവിടെ എഴുതുക. പിന്നെ പൈ ഐക്ക് പകരം മൾട്ടിപ്ലയർ പൈ വെക്ടറായിട്ട് തന്നെ എഴുതിയാൽ മതി. -1 റോ ഇൻറ്റു കോളം മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് പൈ എഴുതേണ്ടി വരും, റോ ഇൻറ്റു കോളം, എന്നാലേ മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ. ആദ്യം നമുക്ക് പൈ എഴുതാം. ആദ്യം പൈ എഴുതണമെങ്കിൽ -1 -1 by 5 -9 by 30 പൈ എഴുതി. ഈ ഓർഡർ ഇന്റർചേഞ്ച് ചെയ്യുന്ന AI2 പൈ എന്നുള്ളതിന് പൈ AI2 എന്ന് എഴുതിയെന്ന് അതിൻ്റെ അർത്ഥം. 0 1 0. അപ്പോൾ ഇതിന് പകരം പൈ ഇൻറ്റു AI2ന്റെ കോളം P2 C2 ആ ചെയ്യുന്നത്. ഇപ്പോൾ P2 ഉപയോഗിക്കാം. ദാറ്റ് ഈസ് 1 പ്ലസ് ആദ്യം ഒന്നും ചെയ്യാനില്ലല്ലോ. റോ ഇൻറ്റു കോളം -1 ഇൻറ്റു 0 -1 by 5 ഇൻറ്റു 1 -9 by 30 ഇൻറ്റു 0. 1 minus 1 by 5 ദാറ്റ് ഈസ് 4 by 5 എന്ന് നമുക്ക് ആദ്യത്തെ C2 ബാറിൻ്റെ വാല്യൂ കിട്ടും. 1 minus 1 by 5 ഈക്വൽ ടു 4 by 5. അത് ടെക്സ്റ്റിൽ തെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
1/2 നിങ്ങളുടെ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ തെറ്റാണ്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ. നൗ വി ഹാവ് ടു എവാലുവേറ്റ്. C3 വേണോ? x3 ബേസിസിലില്ല. അപ്പോൾ C3 ബാർ നമുക്ക് വേണം. C3 ബാർ C3 പ്ലസ്. ഇനി എപ്പോഴും ഞാൻ ഇക്വേഷൻ എഴുതത്തില്ല. C3 എന്താ? 1 പ്ലസ് പൈ ഇൻറ്റു പൈ നമ്മുടെ കയ്യിലുണ്ട് -1 -1/5. അതങ്ങ് എഴുതുന്നതാണ് നല്ലത്. -9/30. ഇക്വേഷൻ ഈ റെക്റ്റാങ്കിൾ കാണുന്നതാണ്. അതിനെ മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ എഴുതാം. C3ക്ക് വരുമ്പോൾ P3 എഴുതണം. P3 is 0 0 1. കാൽക്കുലേഷൻസ് എളുപ്പമുണ്ട്. ദാറ്റ് ഈസ് 1 - 9/30 അല്ലേ ഉള്ളൂ. മറ്റേത് രണ്ട് 0 ആണല്ലോ. -1 × 0 -1/5 × 0. 1 - 9/30 ആകുമ്പോൾ 30 - 9, that is 21/30. 21/30. C3 ബാർ കിട്ടി. Then C4 ബാർ. C4 ബാർ equal to, you get C4 ബാർ ആകുമ്പോൾ 1 C4 0 അല്ലേ, 0 പ്ലസ് പൈ എന്താ എഴുതുക? എപ്പോഴും ഇക്വേഷൻ എഴുതണ്ട, പൈ എഴുതിയാൽ മതി. -1 -1/5 -9/30 പൈ ഇൻറ്റു ആർക്കാ ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. C4നാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ P4 -1 to 2 എന്നുള്ള P4, ഇതാണ് P4. ഒറിജിനൽ കോഎഫിഷ്യൻ മെട്രിക്സിൽ നിന്നാണ് അന്നേരം എടുക്കുക. അപ്പോൾ എന്താ എടുക്കുക? നമുക്ക് -1 to 2 എന്നുള്ള മെട്രിക്സ് ആണ്, കോളം മെട്രിക്സ് ആണ് ആവശ്യമുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ 0 ആണ്. -1 × -1 1 മൾട്ടിപ്ലൈ ചെയ്തിരിക്കോട്ടെ. -1/5 × 2 -2/5. ഇനി എന്താ? -9/30 × 2 -9/2 18 18/30. കോമൺ ഡിനോമിനേറ്റർ 30 ആക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ ഇവിടെ 30, അടുത്തതിൽ 5 ആ ഡിനോമിനേറ്റർ കാണുന്നത്. 30 ആക്കണമെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിൽ അത് ചെയ്യുക. -2 × 6 -12, then -18. നമുക്കത് പോസിറ്റീവ് ആണോ എന്നുള്ളത് മാത്രമേ പ്രാധാന്യമുള്ളൂ. 18 10 28 2 30. 30 -30 എന്നാവും. അതിലെന്തോ വേറെ ഉണ്ടല്ലോ. 30 2 6 2 × -1 × -1 1 -1/5 × 2. We are calculating 0. It is 0. ശരിയാണ്. This is C4. നമുക്ക് ആവശ്യമില്ലായിരുന്നു. X4 in the basis. C4 നമുക്ക് ആവശ്യം, കുഴപ്പമില്ല. ബേസിസിലുള്ള ഒരാളുടെ എവാലുവേറ്റ് ചെയ്താൽ 0 ആണ് എന്ന് മനസ്സിലാവുമല്ലോ. ഈ കാൽക്കുലേഷൻ ആവശ്യമില്ലായിരുന്നു. ഫോർ ഓൾ നോൺ ബേസിക് വേരിയബിൾസ് വി കാൽക്കുലേറ്റ്. അബദ്ധത്തിലാണെങ്കിലും ചെയ്തത്. ബേസിക് വേരിയബിൾസിന് 0 ആണെന്ന് മനസ്സിലായല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 0. കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയാതുണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തത്. എല്ലാത്തിനും കാൽക്കുലേറ്റ് ചെയ്യാം. നോൺ ബേസിക് വേരിയബിളിനെ, ബേസിക് വേരിയബിൾസ് എല്ലാം 0 ആവും. നോൺ ബേസിക് വേരിയബിൾസിനെ അതിന് റിലവൻസ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ കാൽക്കുലേഷൻ, അല്ലാതെ തന്നെ ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട്, കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. എല്ലാ വേരിയബിൾസും ഓർഡറിൽ ചെയ്ത് വെക്കാം, പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നോൺ ബേസിക് വേരിയബിൾസിന് മാത്രം ചെയ്ത് നമുക്ക് വേണ്ട കൺക്ലൂഷൻ ജസ്റ്റ് റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ C4 ബേസിക് വേരിയബിൾസിന് ഏതിന് ചെയ്താലും, C1 ബാറോ C6 ബാറോ ചെയ്താലും ഇതേ രീതിയിൽ തന്നെ പ്രശ്നമല്ല, അങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. Now we are going to evaluate Cj bar for next variable അല്ല, next non basic variable, that is C5 bar ആണ് നമുക്ക് ആവശ്യമുള്ളത്. C5 bar. Okay, C5 bar equal to C5, just എഴുതിയാൽ മതി. C5 is 0. Then multiplier vector -1 -1/5 -9/30 into ഏതാ? C5നാകുമ്പോൾ P5. We have to evaluate, identify P5. P5 0 -3 -5. 0 -3 -5. ഇതാണ് P5. Then multiplying, you get -1 × 0, that is 0. ആദ്യത്തെ 0 ഉണ്ടായിരുന്നു, അതുകൂടെ എഴുതിയേക്കാം. -1 × 0 0 -1/5 × -3, that is +3/5. രണ്ട് നെഗറ്റീവ് ആണ്. അടുത്തതും രണ്ട് നെഗറ്റീവ് ആണ്. -9/30 × -5, that is +45/30.
എനിവേ ഇറ്റ് ഇസ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വാല്യൂ എഴുതാം. 30 എഴുതുവാണെങ്കിൽ ഇത് 5 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18 + 45 ഡിവൈഡഡ് ബൈ 30 എന്ന് വരും. 63 ഡിവൈഡഡ് ബൈ 30. 63 ഡിവൈഡഡ് ബൈ 30. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മതി, സിംപ്ലിഫൈ ഒന്നും വേണ്ട. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21/10 എഴുതാം, പോസിറ്റീവ്. And C2 bar for all non-basic variables. C2 bar 4/5 which is positive. അത് പോസിറ്റീവ് ആണ്. C3 bar 21/30 പോസിറ്റീവ് ആണ്. C5 bar 21/10 പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ മറ്റുള്ളത് വേണമെങ്കിൽ എവാലുവേറ്റ് ചെയ്യാം. C1 bar C4 bar നമുക്ക് അബദ്ധത്തിൽ സംഭവിച്ച പോലെ. C6 bar അബദ്ധമല്ല, നമ്മൾ എഴുതി സമയം കളയണ്ടെന്ന് പോകും. C6 bar അതൊക്കെ 0 ആയിരിക്കും. All the relative cost coefficients എന്നൊന്നും നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. All the Cj bar greater than 0 and optimal solution is obtained. Cj bar greater than or equal to 0 for all j, then that means optimal solution is obtained. Optimal solution is obtained. And optimal solution is basic variables x1, x4, x6. അതിന്റെ വാല്യൂസ് പറയണം. വാല്യൂസ് പറയണമെങ്കിൽ നമുക്ക് B1 bar, B2 bar, B3 ബാറും കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ നേരത്തെ ഇതുപോലെ നിങ്ങൾ ചെയ്യുക. A0 ഇൻവേഴ്സ് ഇൻറ്റു B1, B2, B3 ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ് എന്തായിരുന്നു? ഒറിജിനൽ ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ്സ് 535 എന്നോ മറ്റോ ആയിരുന്നു. I'll check and say yes, 535. Column vector 535. Therefore, you evaluate the values of x1, x4, x6 right side values. അത് B1, B2, B3 ഒറിജിനൽ ഉണ്ട്. B1 bar, B2 bar, B3 bar നമ്മൾ എല്ലാ സ്റ്റേജിലും ചെയ്യുന്നതായിരുന്നു. മൾട്ടിപ്ലയേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ AIR ഏതാണോ കിട്ടിയത് അതിനനുസരിച്ച് AIR ബാർ നമ്മൾ എവാലുവേറ്റ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ കേസിൽ A14 bar, A24 bar, A34 bar എവാലുവേറ്റ് ചെയ്തു. B1 bar, B2 bar, B3 bar എവാലുവേറ്റ് ചെയ്തത് A0 ഇൻവേഴ്സ് ഉപയോഗിച്ചായിരുന്നു. A0 ഇൻവേഴ്സ് ഇൻറ്റു A1, A2, A3 കൊടുത്താൽ A1, A2, A3 അല്ല, A14, A24, A34 കൊടുത്താൽ കഴിഞ്ഞ കേസിൽ കിട്ടിയിട്ടുണ്ട്. കാണിച്ചെന്ന് പറയാമല്ലോ, നമ്മുടെ കഴിഞ്ഞ ടേബിളിലൂടെ കിടപ്പുണ്ടല്ലോ. കാൽക്കുലേഷൻ ഐറ്ററേഷൻ 2 നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന A14 bar, A24 bar, A34 bar A0 ഇൻവേഴ്സ് ഇൻറ്റു 4 ആണ് വന്നിരിക്കുന്നത്. R equal to 4. P4 കൊടുത്തു -1, 2, 2. Then B1 bar, B2 bar, B3 bar ആ സ്റ്റേജിലെ x1, x2, x6ന്റെ വാല്യൂസ് ആണ്. B1 bar, B2 bar, B3 bar എന്നുള്ളത്. അതും A0 ആ സ്റ്റേജിലെ A0 ഇൻവേഴ്സ് ഇൻറ്റു ഒറിജിനൽ 535 B1, B2, B3. അപ്പോൾ അതായിരുന്നു ആ സ്റ്റേജിലെ വേരിയബിൾസിന്റെ വാല്യൂ. പക്ഷെ അവിടെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ C1 bar നോൺ ബേസിക് വേരിയബിൾസിന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ C4 bar നെഗറ്റീവ് ആണ്. അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല. ഇപ്പൊ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമില്ല. R equal to ഒന്നും നെഗറ്റീവ് CJ ബാർസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരു R ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. ഇതുപോലെ കോഎഫിഷ്യന്റ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് A14 bar, A24 bar, A34 bar പോലെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഐറ്ററേഷൻ 3 ഇല്ല. നമ്മുടെ പ്രോസസ് ടെർമിനേറ്റ് ചെയ്യാൻ പോകണം. പക്ഷെ നമുക്ക് വേരിയബിൾ വാല്യൂസ് വേണം. x1, x4, x6 ഇൻ ദ ബേസിസ് ഇൻ ഐറ്ററേഷൻ 3. x1, x4, x6ന്റെ വാല്യൂസ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ്സിൽ നിന്ന് കിട്ടുക. റൈറ്റ് സൈഡ്സ് മാറിയിട്ടുണ്ട്. മാറിയത് എങ്ങനെയാണെന്ന് അറിയാൻ A0 ഇൻവേഴ്സ് ഉപയോഗിക്കാം. B1 bar, B2 bar, B3 bar ഈക്വൽ ടു ഇൻ ദാറ്റ് കേസ് ആ കേസിൽ നമ്മൾ കണ്ടുപിടിച്ച A0 ഇൻവേഴ്സ് ഇൻറ്റു 535 കൊടുക്കുക. അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വാല്യൂസ് കണ്ടുപിടിച്ചിടുക. അത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരാം. അത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യത്തില്ലേ. A0 ഇൻവേഴ്സ് ഇൻറ്റു 535 എന്നെഴുതുന്നതാണ് B1 bar, B2 bar, B3 bar. That will give the optimal solution. Then you conclude hence optimal solution is ഇപ്പോൾ റൈറ്റ് സൈഡ്സിൽ വരുന്ന ഇപ്പോഴത്തെ ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐറ്ററേഷൻ 3ലെ ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഐറ്ററേഷൻ 3ലെ ഇക്വേഷൻ പറഞ്ഞേക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ഏതാ ചെയ്യുക? B1 bar, B2 bar, B3 bar ഇതാ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഈക്വൽ ടു ഈ കേസിൽ A0 ഇൻവേഴ്സ് ഇൻറ്റു 535.
535. ഇത് evaluate ചെയ്താൽ ആൻസർ ആയി.